കാഞ്ഞങ്ങാട് ചെറുവത്തൂർ വിജയ ബാങ്കിൽ 20 കിലോ സ്വർണവും 3 ലക്ഷം രൂപയും കവർച്ച ചെയ്ത കേസിൽ പ്രതികളെ പിടികൂടിയത് പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണ മികവിലൂടെ. സൈബർ സെല്ലിന്റെ സഹായവും അന്വേഷണ സംഘത്തിന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളും കേസിൽ വഴിത്തിരിവായി. ആദ്യ റിപ്പോർട്ടിലേക്ക്. അതിവിദഗ്ധമായായിരുന്നു ചെറുവത്തൂർ വിജയ ബാങ്കിൽ കവർച്ച നടന്നത്. കാഞ്ഞങ്ങാട് സ്വദേശിയായ അബ്ദുൽ ലത്തീഫാണ് കവർച്ചയുടെ മുഖ്യ ആസൂത്രകൻ. കേസിലെ 7 പ്രതികൾക്കും പ്രത്യേകം ജോലി ഏൽപ്പിച്ചു നൽകി ഒരിക്കലും അന്വേഷണ സംഘത്തിന് പിടികൂടാനാകാത്ത രീതിയിലായിരുന്നു കവർച്ചയുടെ ആസൂത്രണം. കഴിഞ്ഞ 26-ന് ബാങ്ക് കവർച്ച നടത്തുന്നതിന് ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് 6 മുറികൾ വാടകയ്ക്കെടുത്തത്. ഇത് വാടകയ്ക്കെടുക്കാൻ ഏൽപ്പിച്ചതാകട്ടെ ചെറുവത്തൂരുകാർക്ക് പരിചിതമില്ലാത്ത കന്നഡ കലർന്ന മലയാളം സംസാരിക്കുന്ന കുടക് സ്വദേശി സുലൈമാനെയും മഞ്ചേശ്വരം സ്വദേശിയായ ഇസ്മായിൽ എന്ന പേരിലാണ് ചെരുപ്പ് കട തുടങ്ങാനെന്ന് പറഞ്ഞ് റൂമുകൾ വാടകയ്ക്കെടുത്തത്. ബാങ്കിന്റെ 1-ാം നിലയുടെ കോൺക്രീറ്റ് മുറിക്കാൻ നിയോഗിച്ചത് ഇക്കാര്യത്തിൽ അതിവിദഗ്ധനായ ഇടുക്കി സ്വദേശി രാജേഷ് മുരളിയെയാണ്. ഇയാളെ ജയിലിൽ നിന്നാണ് ലത്തീഫ് പരിചയപ്പെടുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഒരാളെ പിടിച്ചാൽ പോലും തെളിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആസൂത്രണം. കാഞ്ഞങ്ങാട്ടെ രാജധാനി ജ്വല്ലറി കവർച്ച കേസിന് സമാനമായ രീതിയിൽ നടന്ന കവർച്ചയായതിനാൽ പോലീസ് ഈ വഴിക്ക് അന്വേഷണം നടത്തുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫ് മാസങ്ങളോളം നിരീക്ഷണം നടത്തിയ ശേഷമാണ് രാജധാനി ജ്വല്ലറിയിൽ കവർച്ച നടത്തിയത്. ജ്വല്ലറിയുടെ സമീപമുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ഷോപ്പ് ഉടമയെ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാനെന്ന വ്യാജേന ബദിയടുക്കയിലേക്ക് വരുത്തി 2010 ഏപ്രിൽ 16-ന് വെള്ളിയാഴ്ച ജ്വല്ലറി ജീവനക്കാർ ജുമാ നിസ്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഏപ്രിൽ 15-ന് വിഷുദിനത്തിൽ ജ്വല്ലറി അവധിയായതിനാൽ ആ ദിവസം ഇലക്ട്രിക്കൽ ഷോപ്പിൽ കയറി സ്ലാബ് തുറക്കുകയും അടുത്ത ദിവസം ഉച്ചയ്ക്ക് കവർച്ച നടത്തുകയുമായിരുന്നു. ഇതേപോലെ ബാങ്ക് അവധിയായ ശനി ഞായർ ദിവസങ്ങളാണ് വിജയ ബാങ്കിലെ മോഷണത്തിനും തിരഞ്ഞെടുത്തത്. ലത്തീഫിനെ പിടികൂടിയെങ്കിലും കുറ്റസമ്മതത്തിന് ഇയാൾ തയ്യാറായിട്ടില്ല. എന്നാൽ മുറി വാടകയ്ക്കെടുത്ത സുലൈമാനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭ്യമായത്. ഇയാൾ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ ഫെഡറൽ ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നില വാടകയ്ക്കെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വിളിച്ച ഫോൺ കോളാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ചെറുവത്തൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിന് സഹായകരമായി. കേസന്വേഷണം വഴിതിരിച്ചുവിടാൻ ലത്തീഫ് ജാർഖണ്ഡ് സ്വദേശികളായ തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ സൈബർ സെല്ലിന്റെയും മികച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമാണ് കവർച്ച നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ സഹായകരമായത്. ന്യൂസ് ഡെസ്ക്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ഒരു കുടുംബം. പത്തനംതിട്ട ഓമല്ലൂരിലാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിക്കാൻ വഴിയില്ലാത്ത വിധവയും കുടുംബവും ദുരിതത്തിലായിരിക്കുന്നത്. ലെസ്ലി ജോണിന്റെ റിപ്പോർട്ട്. പത്തനംതിട്ട ഓമല്ലൂർ തെക്കേമഠത്തിൽ ലതയും കുടുംബവുമാണ് നടവഴിയില്ലാതെ ബുദ്ധിമുട്ടിലായത്. പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വഴി അയൽവാസി പാറ കൊണ്ട് തടസ്സപ്പെടുത്തിയതോടെയാണ് ഈ കുടുംബം ദുരിതത്തിലായത്. രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിനുള്ളിലൂടെയുള്ള വഴിയാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആശ്രയം. എന്നാൽ വിധവയായ ലതയ്ക്കും 2 പെൺകുട്ടികൾക്കും ഈ വഴി നടക്കാൻ എപ്പോഴും ആവില്ല. ഇത് ക്ഷേത്രാചാരത്തിന് ലംഘനവുമാകും. ഇക്കാര്യം മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഈ അമ്മയ്ക്ക് ആവുന്നുമില്ല. ഈ അമ്പലത്തിൽ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഈ പിള്ളേർക്ക് മറ്റേ കൊച്ചു പ്രായമായി. ഇതിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ കൂടുതലും നിൽക്കുന്നത്. കാരണം അമ്പലത്തിൽ കൂടെ ഉള്ള വഴി നമുക്ക് ശാശ്വതമല്ല. വർഷങ്ങളായി വഴിക്ക് വേണ്ടി ഈ വിധവ മുട്ടാത്ത വാതിലുകളില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇതെല്ലാം നടക്കുന്നത് പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമി നൽകാൻ കഷ്ടപ്പെടുന്നുവെന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന റവന്യൂ മന്ത്രിയുടെ മൂക്കിന് കീഴെയാണെന്നതാണ് ഏറെ ആശ്ചര്യം. ഈ വാർത്ത കണ്ടെങ്കിലും മന്ത്രിയും റവന്യൂ അധികൃതരും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന വിശ്വാസത്തിലാണ് ഈ സാധു കുടുംബം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനാഥാലയത്തിൽ കോടികളുടെ അഴിമതി നടക്കുന്നതായി പരാതി. കൊച്ചിൻ യത്തീംഖാനയിലെ അഴിമതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കൊച്ചി പുല്ലേപ്പടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ യത്തീംഖാനയുടെ പേരിൽ 3 വ്യത്യസ്ത ട്രസ്റ്റുകൾ രൂപീകരിച്ച് അനധികൃതമായി ധനസമ്പാദനം നടത്തുന്നുവെന്നാണ് പ്രധാന പരാതി. കൊച്ചിൻ യത്തീംഖാന ട്രസ്റ്റ് എന്ന പേരിൽ 1988-ൽ ട്രസ്റ്റ് ഉണ്ടാക്കുകയും സർക്കാരിൽ നിന്ന് ഗ്രാന്റ് വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ പിരിക്കുകയും ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിച്ചാണ് സർക്കാരിൽ നിന്ന് ഗ്രാന്റ് വാങ്ങുന്നതെന്നും പരാതിയിൽ പറയുന്നു. കൊച്ചിൻ യത്തീംഖാന ട്രസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൊച്ചിൻ ഓർഫനേജ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
കൊച്ചിൻ ഓർഫനേജ് ട്രസ്റ്റാണ് യത്തീംഖാന നടത്തുന്നത് എന്നാണ് 2013 വഖഫ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്നാൽ 16 വർഷം മുൻപുള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ 1956 രൂപീകരിച്ച ഖദീജ ഭായി ട്രസ്റ്റാണ് കൊച്ചിൻ യത്തീംഖാന നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്നു. ഇത്തരത്തിൽ വിവിധ ട്രസ്റ്റുകളുടെ മറവിൽ ഒരേ സ്ഥാപനത്തിനു വേണ്ടി അനധികൃതമായി സ്വരൂപിച്ച പണം ഹവാല ഇടപാടിനും റിയൽ എസ്റ്റേറ്റിനും ഉപയോഗിക്കുന്നതായും ഹർജിയിൽ ആരോപിക്കുന്നു. അഡ്വക്കേറ്റ് TU സിയാദ്. ഞങ്ങളുടെ പെറ്റീഷനിൽ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ യത്തീമുകളുടെ പേരിൽ ഈ കളക്ട് ചെയ്ത തുക ഒരു വിധത്തിലും യത്തീം ഖാനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ട്രസ്റ്റുകളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടോ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രൂവ് ചെയ്തു. അത് പ്രൂവ് ചെയ്യുന്ന രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൊച്ചിൻ യത്തീംഖാനയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് വഖഫ് സംരക്ഷണ വേദി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. KM ഉമേഷ്, കൊച്ചി. കോട്ടയം കാരാപ്പുഴയിലാണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണ അപകടമുണ്ടായത്. തകർന്നു വീണത് 70 വർഷം കാലപ്പഴക്കമുള്ള പ്രീ പ്രൈമറി സ്കൂൾ കെട്ടിടം. അപകടാവസ്ഥ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ ഗൗനിച്ചില്ലെന്നും ഒഴിവായത് വൻ ദുരന്തമാണെന്നും രക്ഷിതാക്കൾ പറയുന്നു. കാരാപ്പുഴ ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിന്റെ കെട്ടിടമാണ് പുലർച്ചെ 5 മണിയോടെ തകർന്നു വീണത്. ബലക്ഷയം സംഭവിച്ച തൂണിലായിരുന്നു സ്കൂളിന്റെ മേൽക്കൂര ഇതുവരെ താങ്ങി നിന്നിരുന്നത്. ഏതു നിമിഷവും നിലംപൊത്താറായ അവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ 30ഓളം കുട്ടികളെ സമീപത്തെ സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിലേക്ക് ജൂലൈ ആദ്യം മാറ്റിയിരുന്നു. ഇതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സ്ഥലം MLA കൂടിയായ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്കൂൾ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ PTA പ്രസിഡന്റാണ് വിളിച്ച് കാര്യം പറയുന്നത്, നമ്മുടെ സ്കൂൾ ഇതുപോലെ പിള്ളേരുടെ സ്കൂൾ ഇടിഞ്ഞു വീണു. അപ്പോൾ തന്നെ ആകപ്പാട് പേടിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു, ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് 2 നില ആക്കി തരാം, എത്രയും വേഗം പണി തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞതല്ലാതെ ഇതേപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഇതുവരെ ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്കൂൾ കെട്ടിടം തകർന്നു വീഴുകയും താൽക്കാലിക സ്ഥലത്ത് നിന്ന് ഒഴിവാകേണ്ട അവസ്ഥയുമുണ്ടായാൽ നിരവധി കുട്ടികളുടെ ഭാവിയാണ് ആശങ്കയിലാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇടിഞ്ഞു വീണ ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 3 വർഷമായി മകന്റെ വരവും കാത്ത് കഴിയുകയാണ് പാലക്കാട് ഒറ്റപ്പാലത്തെ ഒരു കുടുംബം. കനകരാജ് കലാവതി ദമ്പതികളുടെ മകൻ ജിത്തുരാജിനെ 2012 ഫെബ്രുവരി 18 കാണാതായത്. 3 വർഷമായി തുടരുന്ന കാത്തിരിപ്പിന്റെ കഥ പാലക്കാട്ട് നിന്ന് ലതീഷ് പങ്കുവയ്ക്കുന്നു. 2012 SLC പരീക്ഷാ തയ്യാറെടുപ്പിനിടെയാണ് വാണിയംകുളം TRK ഹൈസ്കൂൾ വിദ്യാർത്ഥി ജിത്തുരാജിനെ കാണാതാവുന്നത്. കൂട്ടുകാരൻ നിരന്തരം ഫോണിൽ വിളിച്ചതിനെ തുടർന്ന് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് ഇതുവരെ ജിത്തുമോൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. പോകുമ്പോൾ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നമ്പർ ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരാളാണ് ഉപയോഗിക്കുന്നത്. ജിത്തുവിൻ്റെ വരവും കാത്ത് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് അമ്മ കലാവതിയും സഹോദരൻ ജിതിൻ രാജും. എങ്ങനെ ഇനി എന്താ അവൻ്റെ ബുദ്ധിമോശം കൊണ്ടാവും പോയതായാലും ഇനി അവൻ്റെ ആ ചെറുപ്പത്തിൽ തോന്നിയ എന്ത് ബുദ്ധിയാണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും അവൻ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം. അവന് വരാൻ സാധിക്കണം, തോന്നണം അവന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പഠനത്തിനൊപ്പം കലാരംഗത്തും മികവ് പുലർത്തിയിരുന്നു ജിത്തുരാജ്. സ്കൂൾ കലോത്സവമടക്കം നിരവധി വേദികളിൽ വിജയം വരിച്ചു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിന് അറുതി വരണമെങ്കിൽ ജിത്തുരാജ് തിരിച്ചു വരണം. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവരുടെ കുടുംബം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. വയനാട്ടിൽ വീണ്ടും കർഷക ആത്മഹത്യ. തലപ്പുഴ പുന്നയ്ക്കൽ വർക്കിയാണ് മരിച്ചത്. വിവിധ ബാങ്കുകളിലായി വർക്കിക്ക് 3 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട്. അനൂപ് കേര റിപ്പോർട്ട്. തലപ്പുഴ തിണ്ടുമ്മൽ സ്വദേശിയാണ് ആത്മഹത്യ ചെയ്ത പുന്നയ്ക്കൽ വർക്കി. 1.5 ഏക്കർ കൃഷിയിടത്തിൽ വാഴയും ഇഞ്ചിയുമെല്ലാമാണ് ഇദ്ദേഹം കൃഷി ചെയ്തു പോന്നിരുന്നത്. പാട്ടത്തിന് ഭൂമിയെടുത്തും വിവിധ കൃഷികൾ ചെയ്തിരുന്നു. വിവിധ ബാങ്കുകളിലായി 3 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ട്. വിലത്തകർച്ചയും വിളനാശവും കാരണം തിരിച്ചടവുകൾ മുടങ്ങിയേക്കുമോ എന്ന ആശങ്കയാണ് ഇദ്ദേഹത്തെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും കാണാതായ ഇദ്ദേഹത്തെ നാട്ടുകാരും വീട്ടുകാരും നടത്തിയ തിരച്ചിലിൽ സ്വന്തം കൃഷിയിടത്തിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 58 വയസ്സുണ്ട്. അതേസമയം വയനാട്ടിൽ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. വിവിധ നാണ്യവിളകൾക്ക് വിലസ്ഥിരതയില്ലാത്തതും വിളനാശവും കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്ത വയനാട്ടിൽ എന്നാൽ കടാശ്വാസ നടപടികൾ കാര്യക്ഷമമാക്കാൻ സർക്കാരിനായിട്ടില്ല.
കാർഷിക വായ്പകൾക്കുമേൽ ബാങ്കുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത് മറ്റ് സാമ്പത്തിക വായ്പകളെ ആശ്രയിക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. കാര്യക്ഷമമായ സർക്കാർ നടപടികളുണ്ടായില്ലെങ്കിൽ വയനാട്ടിലെ കൃഷിയിടങ്ങളിൽ അതിന്റെ ദുരന്ത ഭൂതകാലം വീണ്ടും ആവർത്തിച്ചേക്കാം. ന്യൂസ് ബ്യൂറോ, വയനാട്. തൃശൂർ കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 6 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 1 കോളേജിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെയാണ് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തത്. SFI യൂണിറ്റ് സെക്രട്ടറി അനൂപ് മോഹൻ, യൂണിറ്റ് അംഗങ്ങളായ അനൂപ് NS, അനൂപ് K, അരവിന്ദ, ഗോകുൽ, വിഷ്ണു KV എന്നിവർക്കെതിരെയാണ് നടപടി. ബീഫ് ഫെസ്റ്റ് തടയാൻ ABVP പ്രവർത്തകർ എത്തിയതോടെ ക്യാമ്പസിൽ സംഘർഷമുണ്ടായിരുന്നു. സംഘർഷത്തിന് കാരണക്കാരായവരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ബീഫ് ഫെസ്റ്റ് നടത്തിയതിന്റെ പേരിലാണ് സസ്പെൻഷൻ എന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. പക്ഷേ ഇതിൽ SFIയുടെ പ്രവർത്തകർക്ക് മാത്രമേ സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളൂ. അത് വ്യക്തമായിട്ടും ആ ബീഫ് ഫെസ്റ്റിവൽ, കേരളവർമ്മ കോളേജിനകത്ത് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതിന്റെ പേരിൽ അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും കൂടി ഞങ്ങളെ സസ്പെൻഡ് ചെയ്തേക്കുന്നതാണ്. സംഘർഷത്തിൽ ഇരുവിഭാഗം വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നെങ്കിലും സംഘാടകരെ മർദ്ദിച്ച ABVP പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. കോളേജ് അധികൃതരുടെ ഏകപക്ഷീയമായ നടപടിയിൽ SFI പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചു. കോളേജ് യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെൽഫെയർ പാർട്ടിയുടെ പേരിൽ ഭൂമി തട്ടിപ്പ്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുമെന്ന് പറഞ്ഞ് വഞ്ചിതരായവർ കളക്ടർക്ക് പരാതി നൽകി. പത്തനംതിട്ടയിലാണ് തട്ടിപ്പ് അരങ്ങേറിയത്. ഭൂമി നൽകാമെന്ന മോഹന വാഗ്ദാനം നൽകിയാണ് വെൽഫെയർ പാർട്ടിയുടെ തട്ടിപ്പ് അരങ്ങേറിയത്. പത്തനംതിട്ട വെൽഫെയർ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് തട്ടിപ്പിനിരയായ നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകിയത്. സംഭവം ഇങ്ങനെ: വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ ആളെ കൂട്ടാൻ വാടക വീട്ടിൽ കഴിയുന്ന ഭൂരഹിതർക്ക് ഇവരുടെ മേൽവിലാസത്തിൽ ഒരു കത്ത് നൽകിയിരുന്നു. കത്തിലെ ഉള്ളടക്കം വിശ്വസിച്ച് എത്തിയവരോട് കലഞ്ഞൂരിലെ 1.5 ഏക്കർ ഭൂമിയിൽ അവകാശം ഉന്നയിക്കാൻ കുടിൽകെട്ടി സമരം നടത്തണമെന്ന ആവശ്യം നേതാക്കൾ മുൻപോട്ട് വെച്ചു. ഇതനുസരിച്ച് ഇന്ന് കലഞ്ഞൂരിൽ 90-ലധികം ആളുകൾ എത്തിയപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ഇവർക്ക് ബോധ്യമായത്. തുടർന്ന് വെൽഫെയർ പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും ഫോണെടുക്കാൻ കൂട്ടാക്കിയില്ല. ഇതിനെ തുടർന്ന് വഞ്ചിതരായ നാട്ടുകാർ കളക്ടറേറ്റിലെത്തി പരാതി കളക്ടർക്ക് നൽകി. എന്നാൽ ഇത്തരം പരാതി നേരത്തെ തനിക്ക് ലഭിച്ചിരുന്നതായി കളക്ടർ വ്യക്തമാക്കി. ഇക്കാര്യം അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന ഒഴുക്കൻ മറുപടി മാത്രമാണ് കളക്ടറേറ്റിൽ നിന്നും പരാതിക്കാർക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൺസ്യൂമർ ഫെഡ് അഴിമതി സംബന്ധിച്ച് CBI അന്വേഷണത്തെ സർക്കാർ ഹൈക്കോടതിയിൽ എതിർത്തു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് നടത്തുന്ന അന്വേഷണം മതിയെന്ന നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. എന്നാൽ ക്രമക്കേട് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതായി സർക്കാർ കോടതിയെ അറിയിച്ചു. വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. 7 കേസുകൾ നിലവിലുണ്ടെന്നും അതിൽ 2 കേസുകളിൽ അന്വേഷണം പൂർത്തിയായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ബാക്കി കേസുകളിലെ അന്വേഷണം 4 മാസത്തിനകം പൂർത്തിയാക്കും. വിജിലൻസ് ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം വകുപ്പുതല അന്വേഷണവും തുടരുകയാണ്. എന്നാൽ കൺസ്യൂമർ ഫെഡിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട്. കരാർ നൽകുന്നതിലടക്കം ക്രമക്കേട് നടന്നു. അഴിമതി പ്രഥമദൃഷ്ട്യാ ബോധ്യമാകുന്നുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. കൊല്ലം സ്വദേശിയായി ഹൃദേശ് ചന്ദ്രൻ സമർപ്പിച്ച CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് നിലപാട് വ്യക്തമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാവും മുൻ ചെയർമാനുമായ ജോയ് തോമസിനെതിരെ ഉൾപ്പെടെ അന്വേഷണം ആവശ്യപ്പെടുന്നതായിരുന്നു ഹർജി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഒരാളാണ് ജോയ് തോമസ്. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന നിലപാടാണ് ഹർജിക്കാരൻ കോടതിയിൽ സ്വീകരിച്ചത്. CBI അന്വേഷണത്തെ സർക്കാർ കോടതിയിൽ എതിർത്തതോടെ കൺസ്യൂമർ ഫെഡ് അഴിമതി പുറത്തുകൊണ്ടുവരുന്നതിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ്. കൊച്ചിയിൽ നിന്നും നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്. ദാദ്രയിൽ ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ കൊലപാതകം നടത്തിയവർ BJP നേതാവിന്റെ ബന്ധുക്കൾ. BJP പ്രാദേശിക നേതാവ് സഞ്ജയ് റാണയുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായവരിൽ 8 പേരും. സഞ്ജയ് റാണയുടെ മകൻ വിശാലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ കൊലപാതകം നടന്ന ദാദ്രയിലെ സംഭവത്തോട് പ്രധാനമന്ത്രിയും BJP നേതൃത്വവും മൗനം തുടരുന്നതിനിടെയാണ് കൊലപാതകത്തിലെ BJPയുടെ പങ്ക് വ്യക്തമാക്കി കൂടുതൽ തെളിവുകൾ പുറത്തായത്. മുഹമ്മദ് അഖ്ലഖിനെ കല്ലെറിഞ്ഞും തല്ലിയും കൊലപ്പെടുത്തിയവരിൽ അറസ്റ്റിലായവരിൽ 8 പേരും BJP നേതാവിന്റെ ബന്ധുക്കളാണ്. BJP പ്രാദേശിക നേതാവ് സഞ്ജയ് റാണിയുടെ അടുത്ത ബന്ധുക്കളാണ് അറസ്റ്റിലായ 11 പേരിൽ 8 യുവാക്കളും. എല്ലാം 18ഉം 22ഉം വയസ്സിനും ഇടയിലുള്ളവർ. അറസ്റ്റിലായവരിൽ 6 പേർ സഹോദരങ്ങളാണെന്നും നോയിഡ സർക്കിൾ ഇൻസ്പെക്ടർ അനുരാഗ് സിംഗ് അറിയിച്ചു. സഞ്ജയ് റാണയുടെ മകനും BJP പ്രവർത്തകനുമായ വിശാലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരുന്നു. നോയിഡയിൽ ബിസിനസ് നടത്തുന്ന BJP പ്രവർത്തകരായ വിവേക്, സച്ചിൻ എന്നിവർ സഹോദരങ്ങളാണ്. അറസ്റ്റിലായ ഗൗരവ് എന്നയാൾ നിയമ വിദ്യാർത്ഥി കൂടിയാണ്.
രുപേന്ദ്ര എന്ന മറ്റൊരു പ്രതി റിട്ടയർഡ് ആർമി ഓഫീസറുടെ മകനും. എല്ലാവരും BJP പ്രാദേശിക പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, ദില്ലി.